പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ പരിപാലിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ അലച്ചിലുകളും കണ്ണീരുകളും കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥ, അങ്ങയോടൊപ്പമായിരുന്നുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് അങ്ങയെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ലഭിച്ച ഈ പരിശുദ്ധ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. വചനം പറയുന്നു, നമ്മിൽ നിന്നും ഒരു നന്മയും ഇല്ലാതിരിക്കെ, നമ്മിൽ നിന്നും ഒന്നും ലഭിക്കുകയില്ലെന്നറിഞ്ഞിട്ടും നമുക്ക് വേണ്ടി മരിക്കുന്നതാണ് സ്നേഹം. നമുക്ക് വേണ്ടി മരിച്ച് നമ്മളെ വീണ്ടെടുത്ത ദൈവസ്നേഹമാണ് ഈശോ. ഈശോയാണ് ഈ ദിവ്യ അപ്പത്തിൽ നമ്മോടൊപ്പമായിരിക്കുന്നത്. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഓ ദൈവസ്നേഹമേ, അനന്തകാരുണ്യമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. അനന്തസ്നേഹത്തെ നമുക്ക് സ്നേഹത്തോടെ ആരാധിക്കുകയും ഈ അനന്തസ്നേഹത്തെ വണങ്ങുകയും ചെയ്യാം. ജീവൻ നീ തന്നു, ഈശോയേ നീയാവാൻ എന്നിൽ നീ ചേർന്നു. ഈശോയേ എൻ കയ്യിൽ ജീവൻ നീ തന്നു, ഈശോയേ നീയാവാൻ എന്നിൽ നീ ചേർന്നു. സ്നേഹിയായ ഈശോയെ, ഈ നിമിഷം എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങയുടെ കരുതലിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് സത്യത്തിലും നീതിയിലും വിശ്വസ്തതയിലും സ്നേഹത്തിലും ആഴപ്പെട്ട് ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. പരസ്പരം സ്നേഹിച്ചും വിശ്വസ്തത പുലർത്തിയും തങ്ങളോടും മക്കളോടും സഭയോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്വങ്ങളും ചുമതലകളും യഥാവിധി നിറവേറ്റി മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുവാൻ അവരെ സഹായിക്കണമേ. തങ്ങളുടെ മക്കളെ ഉത്തമ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തി സഭയോട് ചേർത്ത് നിർത്തുവാൻ അവരെ അനുഗ്രഹിക്കണമേ. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം അങ്ങ് അരുളിച്ചെയ്തിട്ടുണ്ടല്ലോ, ഏകശരീരവും ഏകാത്മാവുമായിട്ടല്ല ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്, ദൈവഭക്തരായ മക്കളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുക. ഓ കർത്താവേ, വിശുദ്ധിയും ദൈവഭക്തിയും കൃപയും സ്നേഹവും നിറഞ്ഞ മക്കൾ രൂപാന്തരപ്പെടുവാൻ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ നേടാൻ അപ്പമായി മാറിയിടും നേരം ഉള്ളം തേടി എൻ്റെ ഈശോ നെഞ്ചോളം താഴും. എന്നെ നേടാൻ അപ്പമായി മാറിയിടും നേരം ഉള്ളം തേടി എൻ്റെ ഈശോ നെഞ്ചോളം താഴും. കാത്തിരിക്കുമെന്നുള്ളം നീ പുൽമെത്തയാക്കി, ആനന്ദത്താൽ എന്നുള്ളിൽ ആരാധനയായി. കാത്തിരിക്കുമെന്നുള്ളം നീ പുൽമെത്തയാക്കി, ആനന്ദത്താൽ എന്നുള്ളിൽ ആരാധനയായി. ദിവ്യകാരുണ്യനാഥ, എല്ലാ മക്കളെയും അടുത്ത തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തി നേർവഴിക്ക് നയിക്കുകയും അതുവഴി മാതാപിതാക്കൾക്ക് പ്രതീക്ഷയും കുടുംബത്തിന് പ്രത്യാശയും പ്രകാശവും സമൂഹത്തിന് സേവനവും മാതൃകയും സഭയുടെ ഉത്തമ വിശ്വാസികളുമായി വളരുവാൻ അവരനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈശോയെ, അവർ തങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ നല്ല തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങൾ നേരിടുന്ന രോഗങ്ങൾ, വേദനകൾ, ക്ലേശങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം ഈ നിമിഷം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ പാലകനായ ദൈവമേ, ഞങ്ങളുടെ നൊമ്പരങ്ങൾ അങ്ങ് സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണ ചൊരിയണമേ. രോഗങ്ങളാൽ ക്ലേശിക്കുന്ന കുടുംബങ്ങളെ ഈശോയെ കരുണ തോന്നി അനുഗ്രഹിക്കണമേ. സാമ്പത്തിക പ്രതിസന്ധികൾ ക്ലേശിക്കുന്ന കുടുംബങ്ങളെ ഈശോയെ അങ്ങയുടെ കരുണ തോന്നി അനുഗ്രഹിക്കണമേ. അവിശ്വസ്തതയിൽ തകർന്നുപോയ കുടുംബങ്ങളെ ഈശോയെ
കരുണ തോന്നി അനുഗ്രഹിക്കണമേ. മക്കൾക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ദമ്പതികളെ ഈശോയെ അങ്ങയുടെ കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ. ദുശീലങ്ങൾക്ക് അടിമയായ മക്കളെയും ജീവിത പങ്കാളിയെയും ഓർത്ത് വേദനിക്കുന്ന കുടുംബങ്ങളെ ഈശോയെ അങ്ങയുടെ കാരുണ്യത്താൽ കഴുകണമേ. വാർദ്ധക്യത്തിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ ഈശോയെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. പാപ സാഹചര്യങ്ങളിൽ വളരുവാൻ നിർബന്ധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഈശോയെ അങ്ങയുടെ സ്നേഹം കൊണ്ട് പൊതിയണമേ. പരസ്പര സ്നേഹവും ഐക്യവുമില്ലാത്ത കുടുംബങ്ങളെ ഈശോയെ നിന്റെ ആത്മാവിനാൽ നിറച്ച് അഭിഷേകം ചെയ്ത് സ്നേഹത്തിൽ നിറയ്ക്കണമേ. സഭയിൽ നിന്ന് അകന്നു നിൽക്കുന്ന കുടുംബങ്ങളെ ഈശോയെ ഒരുമയുടെ കൃപ നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ വേദനിക്കുന്ന കുടുംബങ്ങളെ ഈശോയെ അങ്ങയുടെ സ്നേഹം കൊണ്ട് പൊതിയണമേ. കുടുംബ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ തടസ്സം നേരിടുന്ന യുവതി യുവാക്കന്മാരെ പ്രത്യേകിച്ച് സമർപ്പിക്കുന്ന കർത്താവേ, അവർക്ക് വിവാഹ ജീവിതത്തിലേക്കുള്ള വിളി നൽകി ഈശോയെ അനുഗ്രഹിക്കണമേ. വിവാഹബന്ധം വേർപെട്ട് കഴിയുന്ന ദമ്പതികളെ ഈശോയെ അങ്ങയുടെ കരുണക്കടലിൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവേ, രക്ഷയുടെ സന്ദേശവുമായി ഈ മണ്ണിൽ അവതരിച്ച് ദാരിദ്ര്യത്തിൻ്റെയും ക്ലേശത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും വഴിയിലൂടെ നടന്ന് മനുഷ്യജീവിതത്തിൻ്റെ ആഴങ്ങൾ അനുഭവിച്ചറിഞ്ഞ് കുടുംബജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കുടുംബജീവിതത്തിൻ്റെ മഹാത്മ്യത്തെ ലോകത്തിന് കാട്ടിത്തന്ന ഈശോയെ, അനുദിന ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന ക്ലേശങ്ങളെയും വേദനകളെയും അധ്വാനങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അങ്ങ് കാട്ടിത്തന്ന മാതൃകയിലൂടെ അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ ശക്തമാക്കണമേ. വേദനകളെയും ക്ലേശങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നേരിടുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹനിധിയായ ഈശോയെ, വലിയ കടഭാരത്താലും കുടുംബ പ്രശ്നങ്ങളാലും ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, അത്ഭുതകരമായി കുടുംബങ്ങളിലേക്ക് അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഒരു അനുഗ്രഹമായി മാറും, നിന്റെ സന്തതി പരമ്പരകളും അനുഗ്രഹിക്കപ്പെടും നല്ല ചെയ്ത കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അവരുടെ സാഹചര്യങ്ങളും അനുഗ്രഹപ്രദമായി മാറുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും ഈശോയുടെ നാമത്തിൽ തകർക്കുന്നു, ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ആക്രമിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും ഇപ്പോൾ ബഹിഷ്കരിക്കും. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാ നന്ദി, പരിശുദ്ധാത്മാവ് സ്തോത്രം. എല്ലാം ഏകാനോസ്തിയായി നീ ഒപ്പമുണ്ടെങ്കിൽ നിന്റെ കൂടെ എൻ്റെ യാത്ര എത്ര സുന്ദരം. എല്ലാം ഏകാനോസ്തിയായി നീ ഒപ്പമുണ്ടെങ്കിൽ നിന്റെ കൂടെ എൻ്റെ യാത്ര എത്ര സുന്ദരം. ഉദാശയായ നാവിൽ നീ കുർബാനയായി ദാഹിക്കുമെന്നുള്ളം നിൻ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളും ഞങ്ങളോട് ഞങ്ങളുടെ കുടുംബത്തോടെ ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സക്കാരിയായി ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ നീ അത്താഴമായി എന്നത്താണിയായി ദിവ്യകാരുണ്യമായൻ കൂടെ വാഴുന്നു.